നിർത്തിയത്. അങ്ങനെയുള്ള സംഭാഷണത്തിന് ശേഷം ഹനുമാനെ വധിക്കാൻ രാവണൻ നിർദ്ദേശിച്ചെങ്കിലും വിഭീഷണൻ്റെ സമയോചിതമായ ഇടപെടൽ നിമിത്തം രാവണനെ വധിക്കേണ്ട, അദ്ദേഹത്തിൻ്റെ ഒരടയാളം ഉണ്ടാക്കി വിട്ടാൽ മതി, അങ്ങനെ വിട്ടെങ്കിൽ മാത്രമേ തിരികെ രാമസന്നിധിയിലെത്തി ഈ ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുവാൻ ഹനുമാൻ സാധിക്കുകയുള്ളൂ എന്ന നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് ഹനുമാൻ്റെ വാലിന് തീ കൊളുത്തുവാൻ അവർ തീരുമാനിക്കുകയായി. കാരണം വാനരന്മാർക്ക് വാലിന്മേലാണ് ശൗര്യം എന്നാണ് പറയുന്നത്. വാലിന്മേൽ തീ കൊളുത്തുവാനായി ശ്രമിച്ചപ്പോൾ ഹനുമാൻ തൻ്റെ വാല് അടിക്കടി നീട്ടിക്കൊണ്ടേയിരുന്നു. ആ ലങ്കാരാജധാനിയിൽ ഉണ്ടായിരുന്ന മുഴുവൻ വസ്ത്രങ്ങളും തൈലഘൃതങ്ങളും രസങ്ങളും മൊത്തം എണ്ണകളും തൈലങ്ങളും നെയ്യുകളും മുഴുവൻ ഉപയോഗിച്ചു. അവിടെയുള്ള മൊത്തം വസ്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടും ആ ഹനുമാൻ്റെ വാല് മുഴുവൻ ചുറ്റാൻ കഴിഞ്ഞില്ല. പിന്നെ കിട്ടിയത് കൊണ്ടൊക്കെ ചുറ്റി അവർ ആ വാലിന് തീ കൊളുത്തി അവിടെ നിന്ന് ആ നഗരത്തിൽ പ്രദക്ഷിണം വെച്ച് നടന്നു. അങ്ങനെ കുറച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് ഹനുമാൻ തൻ്റെ ശരീരം ചെറുതാക്കി അവരുടെ ആ ബന്ധനത്തിൽ നിന്ന് മുക്തി നേടുകയും തീ കൊളുത്തിയ വാലുമായിട്ട് ലങ്കയിലെ ഗോപുര അഗ്രങ്ങളിലേക്ക് 7 നില മാളികകൾ അങ്ങനെയുള്ള വലിയ വലിയ ഉത്തുംഗങ്ങളായ മഹാസൗധങ്ങളുടെ മുകളിലേക്ക് ഹനുമാൻ ചാടിക്കയറി ആ മന്ദിരങ്ങൾ മൊത്തം അദ്ദേഹം